ആദർശം സജിയിലേക്കാണ്. ശ്രീ ആദർശ്, CJP സമരത്തെ ഇന്ന് ദില്ലിയിൽ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഈ സമരം എങ്ങനെ മുന്നോട്ട് പോകും, എന്തായിരിക്കും ഇതിന്റെ പരിസമാപ്തി എന്നാണ് കരുതുന്നത്? ജനാധിപത്യപരമായ രീതിയിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും വേണ്ടി നടത്തിയ ഒരു സമരമാണ്. ആ സമരം സമാധാനത്തോടുകൂടി ജനാധിപത്യപരമായി നടന്നപ്പോൾ അതിനെ നരനായാട്ടിലൂടെ പോലീസിന്റെ നേതൃത്വത്തിൽ അമിത്ഷായുടെ പോലീസ്, RSS നിയന്ത്രിക്കുന്ന പോലീസ് ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ന് ജന്തർ മന്ദറിൽ നടത്തിയത്. നിരവധി നിരാഹാര പന്തലുകൾ ജന്തർ മന്ദറിലുണ്ടായിരുന്നു. SFIയുടെ നേതൃത്വത്തിൽ നിരാഹാര പന്തലിലേക്ക് അവിടെ സമരപന്തലിലേക്ക് ഗ്രനേഡ്, ടിയർ ഗ്യാസും ഉൾപ്പെടെ എറിഞ്ഞ് വലിയ നിലയിൽ ആ അകത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ പുറത്തിറക്കുന്നതിന് വേണ്ടി അവരെ തല്ലിച്ചതിക്കുന്ന സമീപനമെല്ലാം അവിടെ സ്വീകരിച്ചത്. ഈ വരും ദിവസങ്ങളിൽ ശക്തമായി തന്നെ ഇത്തരത്തിലുള്ള അടിച്ചമർത്താൻ, ഏത് നിലയിൽ ഈ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ രാജ്യത്തെ വിദ്യാർത്ഥികൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനം കൂടെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശക്തമായി ഈ സമരം രാജ്യത്തെമ്പാടും ഈ സമരം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദർശം സജി, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ് ആവശ്യമെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഇതിൽ എന്തെങ്കിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് ഇപ്പോഴും കേന്ദ്ര സർക്കാർ യാതൊരു സൂചനയും നൽകുന്നില്ല. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ തരത്തിലൊരു നിലപാടുണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കുക വഴി എപ്പോഴേ ഇത് പിന്നെ പരിഹാരം കാണാമായിരുന്നു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഏതാണ്ട് ഒതുങ്ങിത്തീർന്നു എന്നതാണ്. ഈ സമരത്തെ എത്ര ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇതിപ്പം ഇന്ന് ജന്തർ മന്ദറിൽ ഏകദേശം 1000-ഓളം പേരാണ് പരിക്കേറ്റ് വിവിധ ഹോസ്പിറ്റലിലായിട്ട് നിൽക്കുന്നത്. നിരവധി പേർക്ക് വലിയ പരിക്കുകൾ, ഗുരുതരമായ പരിക്കുകളേറ്റ നിരവധി പേരുണ്ട്. SFIയിൽ നിന്ന് മാത്രം തന്നെ 40-ഓളം വിദ്യാർത്ഥികളാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളത്. അതായത് ഈ സമരത്തെ ഈ നിലയിൽ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ കാരണം തന്നെ ഈ സമരത്തിനെ അവർ ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. രാജ്യത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 89-ലധികം വരുന്ന പരീക്ഷാ പേപ്പറുകളാണ്, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷകളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 89-ലധികം പരീക്ഷാ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. ഈ വർഷം മാത്രം ഈ റിസൾട്ട് വന്ന് ഈ എക്സാം ക്യാൻസൽ ചെയ്യുന്ന ഘട്ടത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു 1.5 മാസത്തിനിടയിൽ 22 വിദ്യാർത്ഥികളെയാണ് ആത്മഹത്യയിലേക്ക് ഈ സർക്കാർ തള്ളിവിട്ടേക്കുന്നത്. ആ വിദ്യാർത്ഥികളുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. അതോടൊപ്പം തന്നെ 22 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയ നീറ്റ് പരീക്ഷ ക്രമക്കേടാണ് ഈ രാജ്യത്ത് ധർമ്മേന്ദ്ര പ്രധാനും നരേന്ദ്രമോദിയും നേതൃത്വം നൽകിയത്. അതിനെതിരായി ശക്തമായിട്ടുള്ളൊരു സമരം ഉണ്ടാവും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും അതോടൊപ്പം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നത് ഇന്ന് പേര് മാറ്റി നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറിയിരിക്കുന്നു. ആ നാഷണൽ ടോർച്ചറിംഗ് ഏജൻസി റദ്ദ് ചെയ്യുന്നതിനും അത് പിരിച്ചുവിടുന്നതിനും അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വേണ്ടിയിട്ടുള്ള സമരം ശക്തമായി ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ രാജ്യത്തെ വിദ്യാർത്ഥികളാകമാനത്തിന് ഒറ്റക്കെട്ടായി അതിൽ SFI എന്ന നിലയിൽ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് ആ സമരത്തിന് നേതൃത്വം നൽകുമെന്നുള്ളത് തന്നെയാണ്. ശരി. ഡിബേറ്റ് വിത്ത് മാധു സജി.